കൃഷിക്കാരൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ക്രിസ്മസിനോട് സംബന്ധിച്ച് ഒരു ചെറിയ പ്ലം കേക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ കേക്കിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 100 ഗ്രാം ബട്ടർ, 200 ഗ്രാം മൈദ, 200 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കറുകപ്പട്ട പൊടിച്ചത്, കാരമൽ, 2 മുട്ട, ട്യൂട്ടി ഫ്രൂട്ടി. 100 ഗ്രാം ബട്ടർ എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാം. ബട്ടർ കുറച്ച് ബീറ്റായി വരുമ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. 200 ഗ്രാം പഞ്ചസാര ബട്ടറിലേക്ക് നമ്മൾ ഇട്ട് നന്നായി ബീറ്റ് ചെയ്യാം. പഞ്ചസാര നന്നായി മെൽറ്റ് ആവണം. ബട്ടറിൽ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യണം. നന്നായി ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഓരോ മുട്ടയായിട്ട് നമുക്ക് ഉടച്ചൊഴിക്കാം. ഒരു മുട്ട ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യാം. ആ മുട്ട ബീറ്റായി വന്നതിൻ്റെ ശേഷം നമുക്ക് അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായി ബീറ്റായിട്ട് വരട്ടെ. മുട്ടയും ബട്ടറും നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. അടുത്തത് കാരമൽ ഒഴിക്കാം. കാരമൽ 1 ടീസ്പൂൺ കേട്ടോ. കാരമൽ ഒഴിച്ചൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൈദ ഇടാം. മൈദ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂണ് കറുകപ്പട്ട പൊടിച്ചത്, 1 ടീസ്പൂണ് വാനില എസൻസും പൈനാപ്പിൾ എസൻസും ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഫ്രൂട്ടി, കശുവണ്ടി ഫ്രൂട്ട്സുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചി വൈനിലിട്ട ഫ്രൂട്ട്സാണ്, കഴിഞ്ഞ വർഷം ഇട്ട് വെച്ചതാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക.
നന്നായി മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പാത്രത്തിലേക്ക് ആക്കാം. പാത്രം വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പാത്രത്തിൻ്റെ വെയിറ്റ് അടിച്ച് കളയാം. എന്നിട്ട് നമ്മൾ ഈ ചെറിയൊരു കേക്കാണ്, 200 ഗ്രാമിൻ്റെ കേക്കാണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ 200 ഗ്രാമിൻ്റെ ബാറ്റർ ഇതിലിട്ട് കൊടുക്കുക. 244 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഭംഗിക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് അലങ്കാരത്തിനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ജെറിയും കശുവണ്ടിയും ഈന്തപ്പഴമാണ്, ഉണക്കമുന്തിരിയാണ് ഭംഗിക്കായിട്ട് വയ്ക്കുന്നത്. കുറച്ച് ഈന്തപ്പഴം കൂടി നമുക്ക് മുകളിൽ കട്ട് ചെയ്ത് ഭംഗിക്കായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഓവൻ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയറൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഓവനിലേക്ക് കൊണ്ടുപോകാം. 10 മിനിറ്റ് മുന്നേ നമ്മളിത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. എന്നിട്ട് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ടൈം സെറ്റ് ചെയ്യാണ്, ഒരു 50 മിനിറ്റ്. ഇത് ഇനി ഇവിടെ വേവട്ടെ. നമുക്കൊരു 50 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഓവൻ തുറന്നു നോക്കാം. ഓവനിൽ വെച്ച കേക്ക് 55 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമുക്ക് വെന്തോന്നൊന്ന് നമുക്ക് ടൂപ്പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. വെന്തെങ്കിൽ നമുക്ക് ഇതിൽ ഒന്നും ആയിട്ടില്ല, അപ്പോൾ ഇത് വെന്തു. അപ്പം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. കേക്ക് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതുമാതിരി തന്നെ നമുക്ക് കേക്ക് വീട്ടിൽ ചെയ്യാം. പ്രിസർവേറ്റീവ്സോ കെമിക്കലോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല കേക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാം. ഈ കേക്കുകൾ ഞങ്ങൾ ഓർഡർ അനുസരിച്ച് കസ്റ്റമർക്ക് ചെയ്ത് വെച്ചാക്കുന്ന കേക്കുകളാണ്. കേക്കുകൾ ഞങ്ങൾ കൂടുതൽ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് നമ്മൾ കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് മാത്രമാണ് ഈ കേക്കുകൾ ഞങ്ങൾ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം.